നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പ്ലം കേക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ്ഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയുടെ കളറ് നന്നായിട്ട് ചേഞ്ചായി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മുടെ കേക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഈ കാരമലൈസ്ഡ് ഷുഗർ നന്നായിട്ട് തണുത്ത് കിട്ടുന്നതിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്ലം കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 240 ml കപ്പിന് 1 കപ്പ് മൈദ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. നമ്മുടെ പ്ലം കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലം കേക്കിലേക്ക് ചേർക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര, ഒരു ചെറിയ പീസ് പട്ട, ഒരു ചെറിയ പീസ് ഡ്രൈ ജിഞ്ചർ, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ പഞ്ചസാരയും സ്പൈസസും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒരു 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗും പഞ്ചസാര പൊടിച്ചതും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലം കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ്, കാഷ്യൂനട്ട്, ചെറി, ടൂട്ടി ഫ്രൂട്ടി തുടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നിങ്ങളുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തോളൂ. നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാരമലൈസ്ഡ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്ലം കേക്കിന് നല്ല പെർഫെക്റ്റ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാരമലൈസ്ഡ് ഷുഗർ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലം കേക്കിനുള്ള ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള കേക്ക് ടിൻ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ്റെ അകത്തേക്ക് ഒരു വൈറ്റ് പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് മിക്സ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇതിലെ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേക്ക് മിക്സ് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലം കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പഴയ ചുവടുകട്ടിയുള്ള പാത്രം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് റെഡിയായോ എന്നൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി ഈ കേക്ക് ടിന്നിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. താങ്ക് യു.